വെൽക്കം ടു പ്രിയങ്ക ആൻഡ് സാനി വ്ളോഗ്സ്. നമ്മൾ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്ക് എവിടെ പോകണ്ടേ സാനി? അപ്പം നമ്മൾ പാർക്കിലൊന്നും പോകുന്നതും അല്ലെങ്കിൽ സ്ഥിരം സെയിം കണ്ടന്റ് ആവുന്നതൊക്കെ എല്ലാവർക്കും ഇച്ചിരി മടുപ്പാണ് അറിയാം. പക്ഷെ എന്നാലും നമുക്ക് തോന്നുന്നതിനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോവാണ്. എനിക്ക് തന്നെ പാർക്കിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ആ പാർക്കിൻ്റെ പേര് തന്നെ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് പോവാം. സാനി ഇന്ന് ഗുഡ് ഗേൾ ആയിട്ട് നഴ്സറി പോയിട്ട് ഫുള്ള് ഫുഡൊക്കെ കഴിച്ചു അല്ലേ? എന്തൊക്കെ പഠിച്ചു നഴ്സറി പോയിട്ട്? എന്തൊക്കെ പഠിച്ചു നഴ്സറി പോയിട്ട്? പിന്നെ 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 ഓക്കേ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടൊക്കെ കേട്ടിട്ട് എഫ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ചെറുതായിട്ട് ട്രാഫിക് ഒക്കെ ഉണ്ട്. എന്നാലും ഹല്യ ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലാണ് പോകാൻ പോകുന്നത്. അവിടെ പോയിട്ട് കുറച്ച് കളിക്കുക, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, തിരിച്ചു വരിക, ഇതാണ് പ്ലാൻ. നമ്മൾ ക്യാപിറ്റൽ പാർക്കൊക്കെ എത്തി. സാനി ഇവിടെ ചൂടായ കാരണം അധികം ആരുമില്ല. സാനി അവിടെ കളിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു പാർക്ക് തന്നെയാണ്. സിറ്റിയിൽ ഉള്ളൊരു പാർക്കാണ്. ക്യാപിറ്റൽ മോളിൻ്റെ അടുത്താണ്. ഫെബി ഇവിടെ ഹെഡ് ഓഫീസൊക്കെ ഇവിടെയാണ്. ഇവിടെ ഒരു ഡേറ്റ് കൂടെ ഉണ്ട്. ഒരു കുട്ടി അത് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അവളവിടെ സുഖിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ വിശേഷം. ആസ് യൂഷ്വൽ എല്ലാ പാർക്കിലുള്ള പോലെ കുറേ സ്വിങ്ങും കുട്ടികൾക്കുള്ള സ്ലൈഡും കുട്ടികൾക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻസോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറിനൊക്കെ ഉള്ള ചെറിയ ഇങ്ങനെ എന്താ പറയുക, ആൾക്കാർക്കുള്ള സീറ്റിംഗ് ഒരു ഗോപുരം പോലൊക്കെ പണിതിട്ട് ആൾക്കാരൊക്കെ ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അവിടെ വെച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, ഫുഡ് കഴിക്കാം, എല്ലാം ചെയ്യാം. പിന്നെ അതുപോലെ ഇവിടെ വാട്ടർഫോൾസ് പോലത്തെ ഒരു ഇത് ഇവിടെ ഉണ്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇപ്പോൾ ചൂടായ കാരണം ആദ്യം പുറത്തിറങ്ങാത്ത കാരണം ഇവിടെ ഒന്നും അധികം ആൾക്കാരുമില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ തണുപ്പാകുമ്പോൾ പതുക്കെ എല്ലാവരും വന്നിട്ട് ഇതൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ നടന്നു വരുമ്പോൾ ഇവിടെ കുംഭകോണം കഫേയിൽ ഭയങ്കര ആൾക്കൂട്ടം. ഞങ്ങൾ അവിടെ പോയിട്ട് ഇഡ്ഡലിയും ദോശയും വടയൊക്കെ കഴിച്ചു, ഫ്രൈ ചെയ്തു. അങ്ങനെ ഞങ്ങൾ മറീന മോളിൽ പോവാണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ മറീന മോളിലേക്ക് പോകുമ്പോഴുള്ള വ്യൂ ആണിത്. നല്ല വ്യൂ ആണ്. അങ്ങനെ നമുക്ക് കാരിഫോർ പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാരിഫോർ എത്തി. എനിക്കിഷ്ടമാണ് കാരിഫോറിൽ നിന്ന് കുട്ടികളുടെ ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്യണം, തൊണ്ണൂറ് സാധനങ്ങൾ സെലക്ട് ചെയ്യണം. കാരണം സാധനം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇവിടെ നിന്നാണ് കുറേ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അഫോർഡബിൾ റേറ്റുമാണ്, എന്നാൽ എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും. എപ്പോൾ ചെന്നാലും നല്ല അഫോർഡബിൾ ഡ്രസ്സുകൾ, നൈറ്റ് വെയേഴ്സ്, ഫുള്ളി കവേർഡായിട്ടുള്ള ഡ്രസ്സുകൾ ഒക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റിലായിരിക്കും. നൈറ്റ് വെയേഴ്സ് ഭയങ്കര അഫോർഡബിൾ റേറ്റിലായിരിക്കും ഇവിടെ എപ്പോൾ വന്നാലും ഉണ്ടാവുക. അങ്ങനെ നമ്മൾ കാരിഫോർത്ത് കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.
ഹായ്.